നമ്മൾ ഈ മനുഷ്യൻ എന്നുള്ള രീതിയിൽ നിറത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇതിൻ്റെ പേരിലൊക്കെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് നടത്തുക എന്ന് പറയുന്നത് ശരിയാണോ, ധാർമ്മികമായി ശരിയാണോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞാൽ സൗന്ദര്യം ഒരു മാനദണ്ഡമാണ്. സൗന്ദര്യമുള്ളവരെ നൃത്തത്തിലേക്ക് കളിച്ച് കുറച്ച് പ്രത്യേകിച്ച് മോഹിനിയാട്ടം എന്ന് പറഞ്ഞൊരു മോഹിനിയായിരിക്കണം. അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. എപ്പോഴും ചെന്നാൽ എൻ്റെ ഒരു കുട്ടി ഇവിടെ കഴിഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റി കളിച്ചു, ആ കുട്ടിക്ക് സൗന്ദര്യം ഇല്ലയെന്ന് അവർ എഴുതി വെച്ചിരിക്കുക. അതെന്തിനാ അപ്പം അങ്ങനെ എഴുതിയേക്കുന്നത്? കുട്ടി അസാധ്യമായിട്ട് കളിക്കുന്ന ഒരു കുട്ടി, അപ്പോൾ എന്തിനാ അങ്ങനെ എഴുതി വെച്ചിട്ടിരിക്കുന്നത്? അപ്പം ഞാനത് ടോട്ടലി എൻ്റെ ഒരു അഭിപ്രായമാണത്. ഞാനൊരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ കുറേ പേര് നൃത്തം ചെയ്തുകൊണ്ട് നടക്കുന്ന ആണായാലും പെണ്ണായാലും എല്ലാ പ്രായക്കാരും കളിച്ചുകൊണ്ട് നടക്കണം. ഇവരുടെയൊക്കെ ആരെങ്കിലും ഒരു വ്യക്തിയുടെ പേര് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞേ. എൻ്റെ അഭിപ്രായം ഈ ഒരു സൗന്ദര്യം ഒരു മാനദണ്ഡമാണ്, പ്രത്യേകിച്ച് മോഹിനിയാട്ടത്തിന് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ആരെ ഉദ്ദേശിച്ചാണ്? കാരണം അതിൽ എപ്പോഴും ഒരു ചോദ്യചിഹ്നം അവിടെ നിൽക്കുന്നുണ്ട്. ആരെ ഉദ്ദേശിച്ചാണ് ഈ ഒരു നിറം കണ്ടാൽ സഹിക്കില്ല എന്നുള്ളൊരു സാധനം ഏത് തലത്തിലാണ്? പൊതുവിൽ പറഞ്ഞതാണോ അതോ? പൊതുവിൽ പറഞ്ഞത്. അല്ലാണ്ട് ഇപ്പം എന്നെ ഓരോരുത്തർ വിളിച്ചിട്ട് കേൾക്കണം ചാലക്കുടി എന്ന് പറയുമ്പോൾ ഇന്ന വ്യക്തിയല്ലേ. ഞാൻ പറഞ്ഞു ചാലക്കുടിയിൽ ഈ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ നൃത്തം അവതരിപ്പിക്കുന്നത്. എന്നാൽ അപ്പം അത് അഹങ്കാരത്തിന് കൈയും കാലും വെച്ചതായിരിക്കില്ലേ? അപ്പോൾ എന്താ അങ്ങനെ പറയണത്? ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസാണ് എന്നെ ആദ്യമായിട്ട് വിളിച്ചത്. പുള്ളിയുടെ ഇന്ന് ലൈവ് പോയ ആൾ ആരാന്ന് പേര് എനിക്ക് അറിഞ്ഞുകൂടാ. പുള്ളി ഭയങ്കര ഹീറ്റായിട്ട് എന്നോട് സംസാരിക്കണത്. ലൈവ് പോയി ഞാൻ ഹീറ്റായിട്ടുണ്ട് കുറച്ച്, ഇല്ലയെന്ന് പറയില്ല. എന്താ അറിയോ, അവരിങ്ങോട്ട് ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ ആ വ്യക്തിയെ തന്നെയാണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞ വല്ല തെളിവുണ്ടോ എന്ന് വെച്ച്. ഞാൻ ഒരു വ്യക്തിയെയും ഉദ്ദേശിച്ചിട്ടില്ല, ഉദ്ദേശിച്ചിട്ടേ ഇല്ല. ഞാൻ അത് എൻ്റെ ലിങ്ക്, ഞാൻ ആ സംസാരിച്ചിട്ടുള്ള ലിങ്ക് നിങ്ങളെ 24-ന് തയ്ച്ചു തരാം, നിങ്ങൾ കണ്ടു നോക്കൂ. ഇപ്പോൾ ആ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? അത് തന്നെയാണോ നിലപാട്? ഞാൻ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ആരുടെ ഇനി മാപ്പ് പറയണം? ഞാൻ ഒരു വ്യക്തിനെയോ ഒരു സംഘടനേനെയോ ഒരു സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു ടീച്ചേഴ്സിനെയോ ഗുരുക്കന്മാരെയോ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളത് പൊതു കാര്യം, എൻ്റെ സ്വന്തം അഭിപ്രായം. എല്ലാവരും എൻ്റെ കൂടെ ചേരണമെന്നില്ല, എൻ്റെ അഭിപ്രായം എല്ലാവരും എടുക്കണമെന്നില്ല. മനസ്സിലായേ? അവരുടെയൊക്കെ ഇഷ്ടത്തിന് നടന്നോട്ടെ, അവർ സൗന്ദര്യം ഇല്ലാത്തവരെ കളിപ്പിച്ചോട്ടെ. ഞാൻ കുറച്ച് സൗന്ദര്യം, ഞാൻ ഒരു കുട്ടി ഇവിടെ പഠിക്കാൻ വരുമ്പോൾ മോഹിനിയാട്ടം പഠിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറയണം എന്താ അറിയോ, വികാരവും വിചാരവും നമ്മൾ തിരിച്ചറിഞ്ഞാലേ മോഹിനിയാട്ടം കളിക്കാൻ പറ്റൂ. സ്വാതി തിരുനാൾ വളരെ കുറച്ച് കൃതികൾ, 35-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചുപോയി. സ്വാതി തിരുനാൾ ഈ പ്രായത്തിൽ അദ്ദേഹം എഴുതിയേക്കണത് ഒരുപാടൊന്നും എഴുതിയിട്ടില്ല, ഉള്ളത് കുറച്ചുണ്ട്. ഈ കുറച്ചിൽ ഏതെടുത്ത് നോക്കിയാലും സ്ത്രീ കഥാപാത്രങ്ങൾക്ക് മുൻഗണന കൊടുത്തിട്ടുള്ള പാട്ടുകളാണ്. അതിനകത്ത് മൊത്തം അതായത് ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കുന്നതും അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ കാത്തിരുന്നിട്ട് ആ വരുന്ന സന്ദർഭങ്ങളൊക്കെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഒരു മണിയറ ഒരുക്കിയിട്ട് അവതരിപ്പിക്കുന്ന ഒരു കുട്ടിക്ക്, ചെറിയൊരു കുട്ടിക്ക് പറ്റുമോ? ഈ മോഹിനിയാട്ടത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് തന്നെ സൗന്ദര്യം എന്നാണോ പറയുന്നത്? മോഹിനിയാട്ടത്തിനെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ മാനദണ്ഡം സൗന്ദര്യം എന്നാണോ പറയുന്നത്? സൗന്ദര്യം നമുക്ക് ഒരു 100 മാർക്കിൽ 10 മാർക്ക് സൗന്ദര്യത്തിനുണ്ട്, യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് തലത്തിലൊക്കെ മത്സരം നടത്തുമ്പോൾ അവർ ഈ കോളം മാറ്റി ഓരോ കോളം തരണം എന്തിനാണ് ഞങ്ങൾ ജഡ്ജ്മെൻറ്റ് മുമ്പോൾ. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ സൗന്ദര്യമുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് നല്ല സൗന്ദര്യമുള്ള കുട്ടിയാണെങ്കിൽ നമ്മളൊരു 9 മാർക്ക് ഇടും, 10 ഇടൂല, 9 ഇടും. ബാക്കിയുള്ള ഓരോന്നിനും മാർക്ക് ഇടുന്നത്.